ഇന്ന് നമുക്ക് ബേസിൽ ജോസഫും ടോവിനോ തോമസും റിയ ഷിബുവും ഒക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന അതിരടി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കാണിച്ചുകൊണ്ടാണ്. ആ കോളേജില് ടെക് ഫെസ്റ്റ് നടക്കുന്നു. ആരോഹൺ ഫെസ്റ്റ് എന്നാണ് ആ ടെക് ഫെസ്റ്റ് അറിയപ്പെടുന്നത്. ആരോഹൺ ഫെസ്റ്റ് നടത്തുന്നത് ആ കോളേജിൽ തന്നെ പഠിക്കുന്ന മെർലിനും ജോസഫും മുൻകൈ എടുത്തുകൊണ്ടാണ്. മെർലിനും ജോസഫും രണ്ടുപേരും ലവേഴ്സാണ്. എങ്ങനെയെങ്കിലും ഈ പരിപാടി നന്നായിട്ട് നടത്തണമെന്ന് മാത്രമായിരുന്നു മെർലിന്റെയും ജോസഫിന്റെയും മനസ്സില്. രണ്ടുപേരും പ്രണയിക്കുന്ന കാര്യം അവരുടെ വീട്ടിൽ നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ആരോഹൺ ഫെസ്റ്റിന്റെ ഒന്നാമത്തെ ദിവസം നന്നായിട്ട് കഴിയുന്നു. രണ്ടാമത്തെ ദിവസവും കഴിയുന്നു. മൂന്നാമത്തെ ദിവസം ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് സിംഗറായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ വന്നതറിഞ്ഞ് പിള്ളേരെല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന സമയം. എന്നാൽ പിള്ളേരുടെ തിരക്കിനിടയിൽ മെർലിൻ പെട്ടുപോവുകയാണ്. എല്ലാവരുടെയും ചവിട്ടുകൊണ്ട് മെർലിൻ മരണപ്പെട്ടു പോകുന്നു. അതോടുകൂടി ജോസഫ് ആകെ തകർന്നു പോവുകയാണ്. അന്നു മുതൽ ജോസഫ് ആരോടും മിണ്ടാതെ വല്ലാതെ ഡിപ്രഷൻ അവസ്ഥയിലേക്കും പോയി. മെർലിന്റെ മരണത്തോടുകൂടി ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജില് ആരോഹൺ ഫെസ്റ്റ് തന്നെ അവസാനിപ്പിച്ചു. പിന്നീട് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഫെസ്റ്റ് നടന്നിട്ടേയില്ല. അങ്ങനെ 4 വർഷം കടന്നുപോയി. നാലാമത്തെ വർഷം കോളേജിലേക്ക് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ എത്തുകയാണ് നമ്മുടെ കഥാനായകനായ സാംകുട്ടി. സാംകുട്ടി സിവിൽ എഞ്ചിനീയറിംഗിലാണ് ജോയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നീ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കുന്നതെന്ന് പ്രിൻസിപ്പാൾ ചോദിക്കുമ്പോൾ, എനിക്ക് എന്റെ പേരിൽ തന്നെ ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ കിട്ടുന്നതിനോട് വലിയ താല്പര്യമാണ്. ബിൽഡിംഗ് ഒക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ പ്രിൻസിപ്പാളിനെ ഇംപ്രസ് ചെയ്യും വിധം സാംകുട്ടി സംസാരിക്കുന്നു. അതോടുകൂടി ഇംപ്രസ്സായ പ്രിൻസിപ്പാളാണെങ്കിലോ സാംകുട്ടിക്ക് അഡ്മിഷനും കൊടുക്കുന്നു. അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പിള്ളേരൊക്കെ ജോയിൻ ചെയ്യുവാനായി എത്തുകയാണ്. സീനിയേഴ്സ് എല്ലാം ഫ്രഷേഴ്സിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവിടെ ജോയിൻ ചെയ്യുവാനായി എത്തിയതാണ് സ്വാതി എന്ന പെൺകുട്ടിയും. ആദ്യ കാഴ്ചയിൽ തന്നെ സ്വാതിയെ സാംകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. കോളേജ് കാലഘട്ടം കഴിയുന്നതിന് മുൻപ് സ്വാതിയെ വളച്ചെടുക്കണം എന്നുള്ളത് സാംകുട്ടി തീരുമാനിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സ്വാതിയെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് സാംകുട്ടി ശ്രമിക്കും. തന്റെ കൂട്ടുകാരനോട് അവളെ ഇംപ്രസ് ചെയ്ത് എങ്ങനെയെങ്കിലും സെറ്റാക്കാനുള്ള ഐഡിയയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂട്ടുകാരൻ ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കും. എന്നാൽ സാംകുട്ടി അതെല്ലാം ചെയ്തു നോക്കുമ്പോഴോ എല്ലാം ഫ്ലോപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അവളുടെ മുൻപിൽ സ്വാതിയെ ഇംപ്രസ് ചെയ്യുവാനായി ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും അവളുടെ മുന്നിൽ അവൻ വെറും കോമാളിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷം കഴിഞ്ഞിട്ടും സാംകുട്ടിക്ക് സ്വാതിയെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാൻ പോലും കഴിഞ്ഞതേയില്ല. ഫൈനൽ ഇയറുമായി. ഈ വർഷം എങ്ങനെയെങ്കിലും വളച്ചെടുക്കണമെന്നും സാംകുട്ടി തീരുമാനിക്കുന്നു. അങ്ങനെ കോളേജ് കാലഘട്ടമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകവേ ഒരു സമയത്ത് കോളേജിൽ ലീവ് കിട്ടുകയാണ്. സാംകുട്ടി നേരെ തന്റെ വീട്ടിലേക്കാ പോകുന്നത്. സാംകുട്ടി വീട്ടിലെത്തുന്ന സമയം സാംകുട്ടിയുടെ അച്ഛൻ വീട്ടിൽ വന്ന ബന്ധുവിനോട് സാംകുട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ കേൾക്കുകയുണ്ടായി. ഓ, അവനെ കൊണ്ട് എന്ത് ചെയ്യാനാ, സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിരിക്കുന്നത്, ഒന്നും ആകാൻ പോകുന്നില്ല എന്നൊക്കെ വെറും താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും സാംകുട്ടിക്ക് വല്ലാതെ സങ്കടമാകുന്നു. ഒന്നും മിണ്ടാതെയാണ് അവൻ അകത്തേക്ക് കയറിപ്പോകുന്നതും. അച്ഛൻ പറയുന്നത് കേട്ട് സാംകുട്ടിക്ക് ഒരുപാട് സങ്കടമാകുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഗെറ്റപ്പിൽ തന്നെ ചേഞ്ച് വരുത്തണമെന്നും സാംകുട്ടി തീരുമാനിക്കും. അങ്ങനെ സാംകുട്ടി മുടിയൊക്കെ വളർത്തിയിരുന്നു. മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് പുതിയ ലുക്കൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 വർഷം സാംകുട്ടി കോളേജിൽ എന്ത് ചെയ്തെന്നാൽ, നിർത്തിവെച്ചിരുന്ന ആരോഹൺ ഫെസ്റ്റില്ലേ, ആ ഫെസ്റ്റ് തിരികെ കൊണ്ടുവരുവാനായിട്ടാണ് സാംകുട്ടി നോക്കിയത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സാംകുട്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ നടന്നിട്ടുമില്ല. പലരും ആ ഒരു ആരോഹൺ ഫെസ്റ്റിനെ എതിർക്കുകയാണ് ചെയ്തത്. രണ്ടാമതവൻ ചെയ്തത് എങ്ങനെയെങ്കിലും സ്വാതിയെ വളയ്ക്കുക. പക്ഷേ അതും നടന്നില്ല. രണ്ട് കാര്യങ്ങളും നടക്കാതായി. ലീവെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് സാംകുട്ടി മെർലിന്റെ കാമുകനായ ജോസഫില്ലേ, ജോസഫിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നുണ്ട്. ജോസഫ് ഇപ്പോൾ ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നതും. മാത്രവുമല്ല എഞ്ചിനീയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ജോസഫ് മറ്റാരുമല്ല, സാംകുട്ടിയുടെ മൂത്ത സഹോദരൻ തന്നെയാണ്. തന്റെ സഹോദരന്റെ ഈ ഒരു അവസ്ഥ കാരണം സാംകുട്ടിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എങ്ങനെയെങ്കിലും ചേട്ടനെ ഇതിൽ നിന്നുമൊക്കെ പുറത്തു കൊണ്ടുവരണമെന്നും സാംകുട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല ആരോഹൺ ഫെസ്റ്റിന്റെ കാര്യമൊക്കെ ജോസഫിനോട് സാംകുട്ടി വന്ന് പറയും.
ഒരുപാട് തവണ ഞങ്ങൾ നടത്തുവാനായി ശ്രമിച്ചു. പക്ഷേ ആരും തന്നെ അതിന് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സാംകുട്ടി ജോസഫിനോട് പറയുന്നുണ്ട്. ആരോഹൺ ഫെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ജോസഫിന് വല്ലാത്ത വിഷമമാണ് ഉണ്ടാകുന്നത്. അവന് മെർലിനെയൊക്കെ ഓർമ്മ വരികയും ചെയ്യുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് ജോസഫ് പോകുന്നതും. എങ്ങനെയെങ്കിലും ആരോഹൺ ഫെസ്റ്റ് വീണ്ടും നടത്തണം. എന്നിട്ട് മെർലിനാണെങ്കിലോ ഒരു ബുക്ക് എഴുതിയിരുന്നു. അത് പബ്ലിഷ് ചെയ്യണമെന്നുമുള്ള കാര്യം ജോസഫിന് നല്ല ആഗ്രഹമായിരുന്നു. ആ ഒരു ബുക്കും പബ്ലിഷ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ജോസഫും പറയുന്നുണ്ട്. തന്റെ ചേട്ടന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും നടത്തണമെന്നും സാംകുട്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് തിരികെ കോളേജിലേക്കും എത്തുന്നത്. സാംകുട്ടിയുടെ പുതിയ ലുക്കൊക്കെ കണ്ട് കൂട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോവുകയാ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം സാംകുട്ടിയുടെ ഏക ലക്ഷ്യം എങ്ങനെയെങ്കിലും ആരോഹൺ ഫെസ്റ്റ് നടത്തണം. അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് സാംകുട്ടി. പിള്ളേരുടെ ഇടയിലൊക്കെ ആരോഹൺ ഫെസ്റ്റിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു ഫലിപ്പിക്കുകയും ആരോഹൺ ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് അടിച്ച് പൊളിക്കാം. മറ്റുള്ള കോളേജിലെ പിള്ളേരൊക്കെ നമ്മുടെ കോളേജിലെ ആരോഹൺ ഫെസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും. അത്രയ്ക്കുമുണ്ട് നമ്മുടെ കോളേജിൽ പണ്ട് നടന്നിരുന്ന ആരോഹൺ ഫെസ്റ്റ്. അത് തിരികെ കൊണ്ടുവരണം. വന്നാൽ നമുക്ക് അടിച്ച് പൊളിക്കാമെന്നുള്ള കാര്യമൊക്കെ സാംകുട്ടി എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷേ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നതേയില്ല. ആർക്കും ആരോഹൺ ഫെസ്റ്റിനോട് താല്പര്യവുമില്ല. അങ്ങനെ സാംകുട്ടിയാണെങ്കിലോ നോട്ടീസ് അടിച്ചിറക്കുന്നു. പിള്ളേരുടെ കയ്യിലൊക്കെ ആരോഹൺ ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് എത്തിക്കുന്നതും. പക്ഷേ എല്ലാവരും അതൊക്കെ വടയൊക്കെ പൊതിയുവാനും കൈ തുടയ്ക്കുവാനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കളയുകയാണ് ചെയ്തത്. ഇനി എന്ത് വഴി ചെയ്യുമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. സാംകുട്ടി ആരോഹൺ ഫെസ്റ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാടുന്നത് സ്വാതിയും കാണുന്നുണ്ട്. അവനെ സഹായിക്കണമെന്നുമൊക്കെ സ്വാതിയും തീരുമാനിക്കും. അങ്ങനെ സാംകുട്ടി അടുത്തതായി ചെയ്യുന്നത് മുൻപ് സീനിയറായിട്ട് പഠിച്ചിരുന്ന ഈ മെർലിന്റെ അച്ഛനെയും ജോസഫിന്റെ കൂടെ പഠിച്ചിരുന്ന മറ്റ് സ്റ്റുഡൻസിന്റെയൊക്കെ പാരന്റ്സിനെയും ഒക്കെ കോളേജിലേക്ക് കൊണ്ടുവന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിപ്പിക്കുന്നു. മെർലിന്റെ അച്ഛനും ബാക്കിയുള്ള പാരന്റ്സും പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ലെറ്റേഴ്സ് വരുന്നു. അതിലെല്ലാം എഴുതുന്നത് ആരോഹൺ ഫെസ്റ്റ് നടത്തണം. അതിന്റെ കാര്യമായിരുന്നു. എങ്ങനെയെങ്കിലും പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പാളിനെ കൊണ്ട് ആരോഹൺ ഫെസ്റ്റ് നടത്താൻ അനുവദിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് എഴുതിയിരുന്നത്. കുട്ടികളുടെ ആഗ്രഹമല്ലേ, ആരോഹൺ ഫെസ്റ്റ് നടത്തി കൊടുത്തൂടെ? മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ അതങ്ങ് പോകട്ടെ എന്നുള്ള കാര്യമൊക്കെ പാരന്റ്സ് പറയുന്നു. അത് കേട്ട് പ്രിൻസിപ്പാളും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ്. മാത്രമല്ല കുട്ടികളുടെ ഇടയിൽ നിന്നും നല്ല പ്രഷർ വരുവാനായും തുടങ്ങി. പ്രഷർ കൊടുക്കുന്നതാരാ? ഈ സാംകുട്ടി തന്നെ. ഒടുവിൽ പ്രിൻസിപ്പാൾ ആരോഹൺ ഫെസ്റ്റ് നടത്തുവാനായിട്ട് അനുമതി കൊടുക്കുന്നു. ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടത്തുകയാണ്. പ്രിൻസിപ്പാളും ബാക്കി അധ്യാപകരും ചേർന്ന് ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓരോരുത്തരെയും നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മീറ്റിംഗിൽ വിവി എന്നൊരു പയ്യനുമുണ്ട്. എപ്പോഴും സാംകുട്ടിക്ക് ഒരു എതിരാളിയായി നിൽക്കുന്നത് ഈ വിവിയാണ്. സാംകുട്ടി എന്ത് തന്നെ ചെയ്താലും അതിനെല്ലാം തടസ്സമായി നിൽക്കുന്നതും വിവിയാ. ആരോഹൺ ഫെസ്റ്റ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സാംകുട്ടി ഒരുപാട് ശ്രമിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും മുടക്കുവാൻ വേണ്ടിയിട്ട് നിന്നതാണ് ഈ വിവി. എന്നാൽ ഇപ്പോൾ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായി എത്തുന്ന വിവി താനാണ് എല്ലാം ചെയ്തത്, ആരോഹൺ ഫെസ്റ്റ് കൊണ്ടുവരുവാനായിട്ട് മുന്നിട്ട് നിന്നത് താനാണ് എന്നുള്ള രീതിയിലൊക്കെ പിള്ളേരോട് സംസാരിക്കുന്നു. വിവിയാണ് കോർഡിനേറ്ററായിട്ടൊക്കെ നിർത്തിയിരിക്കുന്നത്. മാത്രവുമല്ല സ്വാതിക്കും ഒരു സ്ഥാനം കൊടുക്കുന്നുമുണ്ട്. അതേ സമയമായിരുന്നു അവിടേക്ക് നമ്മുടെ സാംകുട്ടിയും കൂട്ടരും വരുന്നത്. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം വിവിയെ ഏൽപ്പിക്കുന്നത് കണ്ട് സാംകുട്ടി ആകെ തകർന്നു പോകുന്നു. ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചത് നീയല്ലേ? ആരോഹൺ ഫെസ്റ്റ് നടത്തുന്നതിൽ ഒരു ഉത്തരവാദിത്തം നിനക്കും വേണമെന്ന് കൂട്ടുകാർ പറയുന്നു. കൂട്ടുകാർ സാംകുട്ടിയും കൂട്ടി പ്രിൻസിപ്പാളൊക്കെ സംസാരിക്കുന്നതിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എത്രമാത്രം സാംകുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാർ അവിടെ അവതരിപ്പിക്കുന്നു. അത് കാണുന്ന സ്വാതിയും അതെ, ഞങ്ങളും കണ്ടിട്ടുണ്ട്, സാംകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണെന്നും സ്വാതിയും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സാംകുട്ടിക്കും ഒരു അധികാരം കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും ഒരുക്കങ്ങളും ഒക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നതും. സാംകുട്ടിക്ക് ആരോഹൺ ഫെസ്റ്റ് നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം കൊടുത്തതിൽ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവനൊരു കളിപ്പുള്ളയായിട്ട് നടക്കുകയല്ലേ, ഇവൻ ഈ ഒരു ഉത്തരവാദിത്വമൊക്കെ കൊടുത്താൽ ഇവൻ നന്നായിട്ട് നോക്കുമോ എന്നുള്ള ചിന്തയൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. മാത്രവുമല്ല സ്വാതിയും കൂടി സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അവൻ ഈ ഒരു സ്ഥാനത്ത് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അവനെ വെറും ഒരു ജോക്കറായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നതും. ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണല്ലോ. രണ്ട് ടീമായിട്ട് കോളേജ് പിരിയുന്നു. വിവി ഒരു ഗ്യാങ് രൂപീകരിക്കുന്നു. സാംകുട്ടി ഒരു ടീം രൂപീകരിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഇവർക്കിടയിൽ നടക്കുന്നത്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരെ കൊണ്ടുവരാം എന്ന ചർച്ചയുണ്ടാകുന്നു. സാംകുട്ടി അഭിപ്രായമായി പറഞ്ഞത് സിംഗറും ഡയറക്ടറുമായിട്ടുള്ള വിനീത് ശ്രീനിവാസനെ തന്നെ കൊണ്ടുവരാമെന്നായിരുന്നു. എന്നാൽ അതൊന്നും ആരും വിശ്വസിച്ചതേയില്ല. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നതും. എന്നാൽ സാംകുട്ടി പറയുന്നത് അത് താൻ നടത്തുമെന്ന്. ഒടുവിൽ സാംകുട്ടി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. വിനീത് ശ്രീനിവാസനെ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് അനുമതിയും വാങ്ങിയിരിക്കുകയാണ്. ഇതെങ്ങനെ നടന്നെന്നാൽ ഒന്നും രണ്ടും ദിവസം കൊണ്ട് നടന്ന കാര്യമൊന്നുമല്ല.
ഒരു വർഷമായിട്ട് സാംകുട്ടി ഈ ഒരു കാര്യത്തിന് പിന്നാലെ തന്നെ നടക്കുകയാണ്. എപ്പോഴും വിനീത് ശ്രീനിവാസന് ആരോഹൺ ഫെസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ആരോഹൺ ഫെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തുകയും ഒക്കെ ചെയ്തതിൽ അവസാനമാണ് വിനീത് ശ്രീനിവാസൻ സമ്മതിച്ചതും. വിനീത് ശ്രീനിവാസൻ ഗസ്റ്റായിട്ട് വരുന്നുണ്ടെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാംകുട്ടിയാണെന്ന് അറിഞ്ഞതോടുകൂടി പിള്ളേരെല്ലാവരും ഞെട്ടിപ്പോകുന്നു. എല്ലാവർക്കും മുന്നിൽ വെറുമൊരു ജോക്കറിന്റെ ഇമേജ് മാത്രമായിരുന്നല്ലോ സാംകുട്ടിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. എല്ലാവർക്കുമിടയിൽ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോളേജിൽ സാംകുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായവും അവനൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും കൊതിക്കുന്നവരുമുണ്ട്. സ്വാതിക്കും സാംകുട്ടിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ആരോഹൺ ഫെസ്റ്റ് നടക്കുകയാണ്. ഏകദേശം ഇനി ഒരു 3 ദിവസം കൂടിയുള്ളൂ വിനീത് ശ്രീനിവാസൻ കോളേജിലേക്ക് പരിപാടിക്ക് പങ്കെടുക്കുവാനായി വരാൻ. ആദ്യത്തെ ദിവസമൊക്കെ മാജിക് ഷോയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. എന്നാൽ അതേസമയം മറ്റൊരു കഥാപാത്രത്തെ കൂടി കാണിക്കുകയാണ്. ആ കഥാപാത്രത്തിന്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്. ഈ കഥയിലെ വില്ലൻ എന്ന് തന്നെ പറയാം. ഈ ശ്രീകുട്ടൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി അമ്പലത്തിൽ ഗാനമേള പാടുവാനായി പോവുക. അതിനു വേണ്ടിയിട്ട് ശ്രീകുട്ടൻ്റെ ഒരു ട്രൂപ്പ് തന്നെയുണ്ട്. എന്നാൽ ഇതിനു മുൻപ് ശ്രീകുട്ടന്റെ മെയിൻ പരിപാടി ഗുണ്ടായിസം ഒക്കെയായിരുന്നു. എന്തിനും മടിയില്ലാത്ത ഒരു ക്രിമിനലായിരുന്നു ശ്രീകുട്ടൻ. ശ്രീകുട്ടന്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുമുണ്ട്. പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകുട്ടൻ തന്റെ ആ ഒരു സ്വഭാവമൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഗാനമേളയൊക്കെ പാടി അമ്പലത്തിലെ പ്രോഗ്രാമൊക്കെ എടുത്ത് നടത്തുകയാണ് ശ്രീകുട്ടന്റെ മെയിൻ പരിപാടിയും. പക്ഷേ ശ്രീകുട്ടനൊരു പ്രശ്നമുണ്ട്. ശ്രീകുട്ടനെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു സങ്കടം ശ്രീകുട്ടനുണ്ട്. ഒരുപാട് അമ്പലങ്ങളിൽ പാടുവാനായി പോയി. പക്ഷെ ആരും തന്നെ അംഗീകരിക്കുകയോ തനിക്കൊപ്പം വന്നൊന്ന് സെൽഫി എടുക്കുകയോ തന്റെ ഓട്ടോഗ്രാഫ് വാങ്ങുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൽ ശ്രീകുട്ടന് നല്ല ഈഗോയും നല്ല കോംപ്ലക്സും ഒക്കെയുണ്ട്. ആരോഹൺ ഫെസ്റ്റ് നടത്തുന്നതിന്റെ പരസ്യമൊക്കെ അതുവഴി വിളിച്ചുകൊണ്ട് പോവുകയാ. ഗസ്റ്റായിട്ട് വരുന്നത് വിനീത് ശ്രീനിവാസനാണ് എന്നുള്ള ബോർഡൊക്കെ കാണുന്നതോടുകൂടി ശ്രീകുട്ടന് വല്ലാതെ ദേഷ്യം വരുന്നു. താനും ഒരു സിംഗർ അല്ലേ, പക്ഷേ തന്നെ ആരും അംഗീകരിക്കാത്തതെന്ത് എന്ന ചിന്തയായിരുന്നു ശ്രീകുട്ടന്. എങ്ങനെ അംഗീകരിക്കാനാ? ശ്രീകുട്ടൻ നന്നായിട്ട് പാടണ്ടേ? നന്നായിട്ട് പാടിയെങ്കിലല്ലേ എല്ലാവരും അംഗീകരിക്കൂ. പക്ഷേ ആ ഒരു കാര്യം ശ്രീകുട്ടന് മനസ്സിലാകുമോ? ഇല്ല. അങ്ങനെ ശ്രീകുട്ടനും കൂട്ടരും കൂടി നമ്മുടെ സാംകുട്ടിയുടെ കോളേജിനടുത്തുള്ള ക്ഷേത്രത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് എത്തുകയാണ്. പക്ഷേ കോളേജിൽ ആരോഹൺ ഫെസ്റ്റ് തുടങ്ങിയതോടുകൂടി കോളേജിൽ എപ്പോഴും പാട്ടും ബഹളവും ഒക്കെ തന്നെ. ആ ഒരു നാടിനെ തന്നെ കിടിലം കൊള്ളിക്കും പോലെയാണ് അവരവിടെ പെർഫോമൻസ് ഒക്കെ നടത്തുന്നത്. പാട്ടും ബഹളവും കാരണം അമ്പലത്തിലെ ഉത്സവത്തിന്റെ ശബ്ദങ്ങൾ പോലും കേൾക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ അമ്പലത്തിലുള്ളവരും ഈ കോളേജ് പിള്ളേരും തമ്മിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആ ഒരു ഫൈറ്റ് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് എത്തുന്നതാണ് നമ്മുടെ സാംകുട്ടിയും ശ്രീകുട്ടനും. അന്നാണ് രണ്ടുപേരും നേർക്കുനേർ കാണുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കോളേജ് പിള്ളേർ ചേർന്ന് ശ്രീകുട്ടനെ തല്ലുകയും ചെയ്തു. പക്ഷേ ശ്രീകുട്ടനാണെങ്കിൽ വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. എന്തിനാ വലിയ പ്രശ്നമുണ്ടാക്കുന്നത്? പിള്ളേരല്ലേ, വിട്ടുകളയാമെന്നൊക്കെ കരുതി പിള്ളേരെ തിരിച്ചു തല്ലാതെ പ്രശ്നം കോംപ്രമൈസ് ആക്കുവാനായി ശ്രമിക്കും. പക്ഷേ അതേസമയം ശ്രീകുട്ടന്റെ കൺട്രോൾ പോകുന്ന ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. എന്തെന്നാൽ ആരോഹൺ ഫെസ്റ്റിന് വേണ്ടിയിട്ട് കോളേജിൽ ഒരു വലിയ റോബോട്ടിനെ തയ്യാറാക്കിയിരുന്നു. ഈ ഒരു അടി നടക്കുന്നതിനിടയിൽ വെച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് നഷ്ടമായി. അത് നശിച്ചു പോവുകയും ചെയ്തു. അതോടെ റോബോട്ടിന്റെ കൺട്രോൾ പോവുകയും റോബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും ഒടുവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്നിരുന്ന ദൈവത്തിന്റെ ശിലയിൽ വന്നിടിക്കുകയും തല തെറിച്ചു പോവുകയും ചെയ്തു. ശില നേരെ ചരിഞ്ഞു വന്ന് വീഴുന്നത് ശ്രീകുട്ടന്റെ ഭാര്യയുടെ മേൽക്കൂടിയായിരുന്നു. ഉടനെ തന്നെ ശ്രീകുട്ടന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അതോടുകൂടി ശ്രീകുട്ടൻ ആകെ തകർന്നു പോവുകയാണ്. തന്റെ ഭാര്യയ്ക്ക് പരിക്ക് പറ്റിയതോടുകൂടി ശ്രീകുട്ടൻ ഒരു ഭ്രാന്തനെ പോലെയായി മാറി. കോളേജിൽ പ്രശ്നം നടക്കുന്നതറിഞ്ഞ് പോലീസുകാർ സാംകുട്ടിക്കടുത്ത് വന്നിട്ട്, നീ ശ്രീകുട്ടനുമായിട്ടാണോ പ്രശ്നമുണ്ടാക്കിയത്? നിങ്ങളൊക്കെ ആരുടെ മേലാ കൈവച്ചിരിക്കുന്നത്? അവൻ വെറുമൊരു പാട്ടുകാരനാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. അവനൊരു പേരുകേട്ട ക്രിമിനലായിരുന്നു. അവന്റെ ആ ഒരു സ്വഭാവമെല്ലാം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ അവൻ ജീവിക്കുന്നത്. ഇനി അവൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് പോലും അവനെ കൺട്രോൾ ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നു. അതേസമയം ശ്രീകുട്ടനെ കാണിക്കുകയാണ്. ശ്രീകുട്ടന് വല്ലാത്ത പകയും പ്രതികാരവും ഒക്കെ വന്നിരിക്കുന്നു. തന്റെ മേൽ ആരൊക്കെ കൈവച്ചോ അവരെ എല്ലാവരെയും തിരിച്ചു തല്ലണമെന്നും ശ്രീകുട്ടൻ തീരുമാനിക്കും. ആ ഒരു പകയോടുകൂടിയാണ് ശ്രീകുട്ടൻ നേരെ കോളേജിലേക്കും എത്തുന്നത്. തന്റെ മേൽ കൈവച്ച എല്ലാവരെയും അടിച്ച് തകർക്കുന്നു. എന്നാൽ അതേസമയം അവിടെയുണ്ടായിരുന്ന റോബോട്ടിന്റെ തലയും തകർക്കുകയാണ്. പോകുന്നതിന് മുൻപ് ശ്രീകുട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നീയൊക്കെ ഇവിടെ ഫെസ്റ്റിവൽ നടത്തുകയല്ലേ, ഈ ഫെസ്റ്റിവൽ എങ്ങനെ നടത്തുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിരട്ടിയിട്ടാണ് ശ്രീകുട്ടൻ അവിടെ നിന്ന് പോകുന്നത്. ഇനി ആകെ 3 ദിവസം കൂടിയേ ഉള്ളൂ. ഈ 3 ദിവസത്തിൽ ഇയാളെ മറികടന്ന് എങ്ങനെ പ്രോഗ്രാം നടത്തും എന്നതായിരുന്നു ബാക്കിയുള്ള പിള്ളേരുടെയൊക്കെ ടെൻഷൻ. വിനീത് ശ്രീനിവാസൻ വരുന്ന ദിവസം നന്നായിട്ട് ആ ഒരു പ്രോഗ്രാം നടക്കണം.
വിനീത് ശ്രീനിവാസൻ വന്ന് പെർഫോമൻസ് നടത്തിയാൽ മാത്രമേ ആരോഹൺ ഫെസ്റ്റ് കംപ്ലീറ്റ് ആകൂ എന്നുള്ള കാര്യം സാംകുട്ടിക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ശ്രീകുട്ടനെ മറികടന്ന് എങ്ങനെ ചെയ്യുമെന്ന ടെൻഷനും അവർക്കുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വിനീത് ശ്രീനിവാസൻ ഗസ്റ്റായിട്ട് വരുന്ന ദിവസമെത്തി. അന്നേ ദിവസം പ്രോഗ്രാം കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് മെർലിന്റെ അച്ഛനും മെർലിന്റെ കാമുകനായിട്ടുള്ള ജോസഫും ഒക്കെ എത്തുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം അവസാനഘട്ടം നന്നായിട്ട് നടക്കുന്നത് കാണണം. അതുമാത്രമായിരുന്നു ജോസഫിന്റെ ആഗ്രഹവും. ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് മെർലിന്റെ ഒരു ബുക്കും പബ്ലിഷ് ചെയ്യുവാനായും പോവുകയാണല്ലോ. അത് കാണുവാൻ വേണ്ടിയിട്ടാണ് മെർലിന്റെ അച്ഛനും വന്നിരിക്കുന്നത്. പക്ഷേ അതേ സമയമായിരുന്നു ഞെട്ടിക്കുന്നൊരു കാര്യം സംഭവിക്കുന്നത്. പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വിനീത് ശ്രീനിവാസനല്ലേ വരുന്നത്. വിനീത് ശ്രീനിവാസൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയം തന്നെ അവിടെ നിന്നും ശ്രീകുട്ടനും ഗ്യാങ്ങും ചേർന്ന് വിനീത് ശ്രീനിവാസനെ കടത്തിക്കൊണ്ടു പോകുന്നു. ഈ ഒരു കാര്യം സാംകുട്ടി അറിയുകയാണ്. അയ്യയ്യോ, ഇനി എന്തു ചെയ്യും? വിനീത് ശ്രീനിവാസൻ ഗസ്റ്റായിട്ട് കോളേജിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പിള്ളേരും തന്നെ തെറ്റിദ്ധരിക്കത്തേയുള്ളൂ. 10 ലക്ഷം രൂപയാണ് ഗസ്റ്റായിട്ട് വിനീത് ശ്രീനിവാസൻ വരുന്നതിന് വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ സാംകുട്ടി പറ്റിച്ചെന്ന് പിള്ളേരെല്ലാവരും കരുതില്ലേ? എല്ലാവരും തന്നെ വീണ്ടും കുറ്റപ്പെടുത്തില്ലേ എന്ന ടെൻഷൻ സാംകുട്ടിക്കുണ്ടാകുന്നു. മാത്രവുമല്ല, ആരോഹൺ ഫെസ്റ്റ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കൂടി നടന്നേ മതിയാകൂ. പ്രോഗ്രാം കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ വന്നിട്ടുമുണ്ട്. എന്ത് ചെയ്യുമെന്ന് അവന് വല്ലാത്ത ടെൻഷൻ. ഇതേ സമയം ശ്രീകുട്ടനോട് ശ്രീകുട്ടന്റെ ഭാര്യ വരെ പറയുന്നുണ്ട്, കോളേജ് പിള്ളേരല്ലേ, വിട്ടുകള, എന്തിന് പ്രശ്നമാക്കുന്നതെന്നൊക്കെ. പക്ഷേ ശ്രീകുട്ടൻ ഒരേ വാശി. മാത്രവുമല്ല, അവരുടെ ആ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയല്ലേ. ശ്രീകുട്ടന്റെ ആവശ്യം, ഇവിടെ നിന്ന് നിനക്ക് നന്നായിട്ട് പോകണമെങ്കിൽ ഈ അമ്പലത്തിൽ നീ പാട്ട് പാടണമെന്ന്. വിനീത് ശ്രീനിവാസനാണ് അമ്പലത്തിൽ ഗസ്റ്റായിട്ട് വരുന്നതെന്നുള്ള രീതിയിൽ പോസ്റ്റർ അടിച്ചിറക്കുകയും ഒക്കെ ശ്രീകുട്ടൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ നിന്നും വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരണമെന്ന് സാംകുട്ടി പ്ലാൻ ചെയ്യുന്ന സമയം വിനീത് ശ്രീനിവാസൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരില്ല എന്ന് പിള്ളേരെല്ലാവരും അറിഞ്ഞു. അതോടുകൂടി എല്ലാവരും സാംകുട്ടിയെ കുറ്റപ്പെടുത്തുകയാണ്. സാംകുട്ടി ശ്രീകുട്ടനടുത്ത് പോയി കാല് പിടിച്ചു നോക്കി. എന്നിട്ടും ശ്രീകുട്ടൻ കേൾക്കുന്നതേയില്ല. എന്നാൽ പിള്ളേരെല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി സാംകുട്ടിയെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നും നീ കാശ് പറ്റിച്ചല്ലേ, നീ ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞാണ് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നത്. മാത്രവുമല്ല, സ്വാതിയും അവനെ സംശയിക്കുവാനായി തുടങ്ങി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എല്ലാവരും പ്രോഗ്രാം കാണുവാനായിട്ടും എത്തിയിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് സാംകുട്ടി ശ്രീകുട്ടനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി തന്നെ പോവുകയാണ്. അവസാനം ഒരുപാട് ഫൈറ്റിനൊടുവിൽ വിനീത് ശ്രീനിവാസനെയും രക്ഷിച്ചുകൊണ്ടാണ് സാംകുട്ടി വരുന്നത്. വിനീത് ശ്രീനിവാസനെ സേഫായിട്ട് കോളേജിലേക്ക് കൊണ്ടുവന്ന് പ്രോഗ്രാമും നടത്തിക്കുകയാണ്. അതേസമയം ശ്രീകുട്ടന് വല്ലാത്ത ദേഷ്യം. എങ്ങനെയെങ്കിലും കോളേജിലുള്ളവന്മാരെയൊക്കെ കൊല്ലണമെന്ന ദേഷ്യത്തില് വടിവാളും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് കോളേജിലേക്ക് വരുന്നത്. എന്നാൽ അതേസമയം വിനീത് ശ്രീനിവാസൻ പാടുന്ന പാട്ട് കേട്ട് ശ്രീകുട്ടന്റെ ദേഷ്യമെല്ലാം പോയി. എന്തെന്നാൽ വിനീത് ശ്രീനിവാസനെ ഒരു ദിവസം ഫുള്ള് കടത്തി വെച്ചിരുന്നത് ശ്രീകുട്ടനായിരുന്നല്ലോ. ശ്രീകുട്ടൻ എപ്പോഴും ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു, അമ്മ പുതപ്പേ എന്ന പാട്ട്. പക്ഷേ ഇതുവരെയായിട്ടും അവൻ ആ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് പാടിയിട്ടേയില്ല. ശ്രീകുട്ടനെ ഏറ്റവും ഇഷ്ടം അവന്റെ അമ്മയാണ്. അമ്മയോർത്താണ് അവൻ ആ ഒരു പാട്ട് എഴുതിയിരുന്നതും. പലപ്പോഴും ശ്രീകുട്ടൻ ആ ഒരു പാട്ട് മൂളിപ്പാടിക്കൊണ്ട് നടക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെയായിട്ടും എങ്ങും അവൻ പാടിയിട്ടേയില്ല. എപ്പോഴാ ഒരു പാട്ട് ഫുള്ളായിട്ട് ഞങ്ങൾ കേൾക്കുന്നതെന്ന് ഭാര്യയും മകളും ചോദിക്കുമ്പോഴും അതിന് സമയമാകട്ടെ എന്നൊക്കെയായിരുന്നു ശ്രീകുട്ടൻ പറഞ്ഞിരുന്നത്. എന്നാലിപ്പോൾ ശ്രീകുട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പാട്ട്, അവൻ അമ്മയെക്കുറിച്ച് ഓർമ്മ വരുന്ന അമ്മ പുതപ്പ എന്ന പാട്ട് വിനീത് ശ്രീനിവാസൻ സ്റ്റേജിൽ പാടുന്നു. ആ പാട്ട് കേട്ട് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. എല്ലാവരും മെൽറ്റായി പോകുന്നു എന്ന് തന്നെ പറയാം. പാട്ട് കേട്ടതോടുകൂടി മനസ്സിലെ ദേഷ്യവും വെറുപ്പും എല്ലാം പോയ ശ്രീകുട്ടൻ താനാണ് വിനീത് ശ്രീനിവാസനെ കടത്തിവെച്ചിരുന്നത് എന്ന് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഫെസ്റ്റ് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. വിനീത് ശ്രീനിവാസൻ സ്റ്റേജിലേക്ക് നമ്മുടെ സാംകുട്ടിയെ വിളിച്ചു വരുത്തുകയാണ്. സാംകുട്ടി കാരണമാണ് ഈ ഒരു പരിപാടി ഇവിടെ നന്നായിട്ട് നടന്നത്. സാംകുട്ടി ഒരു വർഷമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ അങ്ങനെ മെസ്സേജ് അയച്ചില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കോളേജിലേക്ക് വരികയോ ഈ ഒരു പാട്ട് എനിക്ക് പാടുവാനോ കഴിയില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിനീത് ശ്രീനിവാസൻ പറയുന്നു. അതോടുകൂടി സാംകുട്ടി എല്ലാവർക്കും ഇടയിൽ ഒരു സ്റ്റാറായി മാറുകയാണ്. മാത്രവുമല്ല, മരണപ്പെട്ടു പോയ മെർലിനെ സ്റ്റേജിൽ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ സാംകുട്ടി എല്ലാവർക്കും ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. സ്വാതിയും വന്ന് അവനെ പ്രപ്പോസ് ചെയ്യുന്നു. സാംകുട്ടിക്ക് ഒരുപാട് സന്തോഷമാക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.